നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ മൾട്ടി കളർ സിൽക്ക് ത്രെഡ് ബാങ്കിളാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അതിന് ഞാനിവിടെ 4 കുപ്പിവളയാണ് എടുത്തത്. പഴയ കുപ്പിവളയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സിംഗിളായിട്ടുള്ള വീതിയുള്ള വളകളുണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിത് കളറ് പോയിട്ടുള്ള ഒരു 4 കുപ്പിവളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒന്നിൻ്റെ മേലെയായിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇത് ഒട്ടിച്ച് ഉടനെ തന്നെ നമുക്ക് ഇത് സിൽക്ക് ത്രെഡ് വെച്ച് ചുറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം മുന്നെയെങ്കിലും ഒട്ടിച്ച് അത് കറക്റ്റാക്കി വെക്കണം. അതിൻ്റെ ആ പൊസിഷൻ കറക്റ്റായിട്ട് വെക്കണം. ഒന്നുപോലും നീങ്ങി പോവാതെ കറക്റ്റായിട്ട് അത് നമ്മൾ ഗ്ലൂ ഒക്കെ തേച്ച് കുറച്ച് സമയം പിടിക്കണം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വള നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു സൈസ് കൂടുതൽ എടുക്കണം. കുറച്ചുകൂടെ വലുത്, അതായത് നമ്മൾ സാധാരണ നമുക്ക് കറക്റ്റായിട്ടുള്ള വളയില്ലേ അതിനേക്കാളും ഒരു സൈസ് വലുത് എടുക്കണം. ഇതിപ്പം ഞാൻ 2 ദിവസം മുന്നേ ഒട്ടിച്ച് വെച്ചതായിരുന്നു. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വള ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം. ഇനി 2 കളറ് സിൽക്ക് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഈ കളർ വെച്ചിട്ട് ഞാനൊരു ഹെയർ ബോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു മോം ഡോട്ടർ കോംബോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അമ്മയ്ക്ക് വള, മകൾക്ക് ഹെയർ ബാൻഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിങ്ങനെ ഞാനൊരു 30 ചുറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഹെയർ ബോയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഗം തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക. 30 ചുറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും കട്ടി കൂടും. അപ്പോൾ ഒരു 25-30 ചുറ്റൊക്കെ മതിയാവും നമുക്ക് വളക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും നമുക്ക് ഗം ആക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ മറ്റേ കളറും, യെല്ലോ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ കളറും അതേപോലെ തന്നെ ചുറ്റിയെടുത്ത് രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പം ആ നൂല് വിട്ടുപോരും. ഇനി വളയെടുത്തിട്ട് വളയുടെ ഉള്ളിൽ ഗം തേക്കണം. ഉൾഭാഗത്ത് ഗം തേച്ചിട്ട് ഈ 2 നൂലും കൂടെ ഒട്ടിച്ചിട്ടുള്ള ഭാഗം നമ്മൾ ആ ഗ്ലൂ തേച്ച ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടും നമ്മൾ കുറച്ച് സമയം വെക്കണം. ഇല്ലെങ്കിൽ അത് ഊരി വരാൻ സാധ്യതയുണ്ട്. കുറച്ച് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒരു ഭാഗത്തുള്ള നൂല് നമ്മൾ 2 വിരലിൽ കൂടെ കൂട്ടിപ്പിടിച്ച് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ആക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള നൂല് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടയുന്ന പോലെ താഴ്ഭാഗത്ത് കൂടെ എടുക്കുക. എന്നിട്ട് 2 ഭാഗത്തെയും നൂലുകൾ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇത് നമുക്ക് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു കെട്ട് പോലെ വരും. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഒട്ടിച്ചൊക്കെ വെക്കുമ്പം വളയാണെങ്കിലും നൂലുകളാണെങ്കിലും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് വിട്ടുപോരും. ഇതേപോലെ നമ്മൾ ഇങ്ങനെ കെട്ടായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതേപോലെ തന്നെ കുറച്ചുകൂടെ നൂല് ഇങ്ങനെ 30 ടേണാക്കി എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിയുന്ന ഭാഗം ഉണ്ടാവുമല്ലോ. നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ഫുൾ ചുറ്റിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കഴിയുന്ന ഭാഗം എത്തുമ്പം അവിടെ നമ്മൾ ആ തുമ്പിൽ കുറച്ച് ഗം ആക്കി വെച്ച് ഗ്ലൂ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഗ്ലൂ ആക്കിയ സ്ഥലത്ത് നമ്മൾ അടുത്തത് നമ്മൾ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. അത് ഒട്ടിച്ച് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് സമയം വെക്കണം. ഇല്ലെങ്കിൽ വലിക്കുമ്പം ആ ഭാഗത്തുനിന്ന് അത് ഊരി വരും. ഇത് ടൈറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ വലിച്ച് കെട്ടുന്നത് നല്ല ടൈറ്റാക്കിയിട്ട് ചെയ്യുമ്പോൾ അത് വളയിൽ നിന്ന് ഊരി വരുമൊന്നുമില്ല കേട്ടോ. കെട്ടഴിഞ്ഞു പോകുന്നില്ല, ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 സൈഡിലെ നൂലുകളും തീർന്നിട്ട് നമ്മൾ എക്സ്ട്രാ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കണം പറഞ്ഞില്ലേ. ഒരു മണിക്കൂറെങ്കിലും നമ്മളത് വെക്കുന്നത് നല്ലതാണ്. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. എന്നിട്ട് നമുക്ക് പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യാം. എപ്പോഴും നൂലിൻ്റെ നമ്മൾ ഈ കോർക്കുന്ന അടിഭാഗം ഉണ്ടല്ലോ, അവിടെയും കുറച്ചും കൂടെ ഗ്ലൂ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ അപ്പോഴാണ് ത്രെഡ് നമുക്ക് ഫുള്ളായിട്ടിങ്ങനെ കൂട്ടിപ്പിടിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓരോന്നോരോന്നായി പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുടുങ്ങിപ്പോവും. പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള മൾട്ടി കളർ ഒരു
വള റെഡി ആയിട്ടുണ്ട്. പഴയ വളയാണ്, അത് പുതിയ വളയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് മദർ ഡോട്ടർ കോംബോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഹെയർ ബോ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.